നമുക്ക് കോഴി ഇറച്ചി എങ്ങനെയാണ് അച്ചാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി ഇതിൻ്റെ ഇറച്ചിയുള്ള ഭാഗങ്ങളൊക്കെ ചെറുതായിട്ട് നമുക്ക് നുറുക്കിയെടുക്കണം. എല്ല് വേറെ കറി വയ്ക്കുകയോ എന്തെങ്കിലും ചെയ്തോളൂ. ഇറച്ചികൾ മാത്രം നമുക്ക് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം. അപ്പം നമുക്ക് ഇതുപോലെ കനം കുറച്ച് അരിഞ്ഞെടുത്താൽ മതി. നീളത്തിലോ വട്ടത്തിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരേപോലെ തന്നെ അരിഞ്ഞെടുക്കുക. ഇത് നമുക്ക് വറുത്തെടുക്കുമ്പോൾ നല്ലതായിട്ട് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉപ്പും ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി തിരുമ്മി വെച്ചിട്ട് നമുക്ക് വറുത്തെടുക്കാം. വെളുത്തുള്ളി ഇഞ്ചിയും വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം നമുക്ക്. അപ്പോൾ ഞാൻ പാത്രം അടുത്ത് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോഴി വറുത്തെടുക്കാം. ഇതുപോലെ വാരിയിട്ട് കൊടുത്ത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ പതിയെ പതിയെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. മറിച്ചിടുന്ന പോലെ ഇളക്കവും മറിച്ചിടുകയൊക്കെ ചെയ്യണം കേട്ടോ. സാവധാനം വറുത്ത് മൊരിഞ്ഞ് വരണം. നന്നായിട്ട് മൊരിയണേ. നല്ല ക്രിസ്പിയാണ്. ഒരു ശകലം പോലും ജലാംശമില്ലാതെ നന്നായിട്ട് മൊരിഞ്ഞ് വരണം. പിന്നെ നമ്മളിതിന് എണ്ണ ഒഴിക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിക്കാവുള്ളൂ. ഒത്തിരി എണ്ണയിൽ വറുത്തെടുക്കരുത്. കാരണം ആ എണ്ണ വേസ്റ്റായി പോകും. ഇതിപ്പോൾ നമ്മളിത് വറുത്ത് കോരിക്കഴിഞ്ഞാൽ ആ എണ്ണയിൽ തന്നെ നമുക്ക് അച്ചാറിന് വേണ്ടി ബാക്കി ഉപയോഗിക്കുകയും ചെയ്യാം. ഓക്കെ, നമ്മുടെ കോഴി വറുത്ത് വരട്ടെ. ഇപ്പോൾ കോഴി ഇറച്ചി നന്നായിട്ട് മൂത്ത് വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടി മൂക്കണം കേട്ടോ. കുറച്ചുകൂടി ഇങ്ങനെ ഒരു ബ്രൗൺ നിറമായിട്ട് വരണം കേട്ടോ. സാധാരണ വറുത്തെടുക്കുമ്പോൾ ഇത് മതിയായിരിക്കും. പക്ഷേ അച്ചാറിടുമ്പോൾ കുറച്ചുകൂടി മൂത്ത് വരണം. അപ്പോൾ നമ്മുടെ കോഴി നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് കോരി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു കോഴി മൊത്തമാണ് കേട്ടോ. ഇതിൻ്റെ എല്ല് മാറ്റി വരുമ്പോൾ നമുക്ക് ഇത്രയും ആകുള്ളൂ കേട്ടോ. എന്നാൽ നമ്മളത് അറിഞ്ഞ് വേണം ഇനി വിനാഗിരിയൊക്കെ ഒഴിക്കുമ്പോൾ അത് കൂടുതൽ വിനാഗിരി ഒഴിക്കണം. ഓക്കെ, നമുക്ക് ആ എണ്ണയിലേക്ക് തന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ എടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടുന്ന പോലെ തന്നെ ഇതുപോലെ ഒട്ടും അകത്ത് പച്ച ഇല്ലാത്ത വണ്ണം വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട് കേട്ടോ. ഇതുപോലെ എന്നാൽ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇത് ഒന്നിൻ്റെയും ജലാംശം ഇല്ലാതെ വേണം അച്ചാർ ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ജലാംശം നഷ്ടപ്പെടുന്ന പോലെ തന്നെ മൂത്ത് ഉണങ്ങി വരണം കേട്ടോ. അല്ലെങ്കിൽ അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോകും. നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും ചെറുതായി തെരിഞ്ഞ കുറച്ച് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ആവശ്യത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം. മുളക് പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്നും ജസ്റ്റ് ഒന്നിങ്ങനെ ചാലിച്ചതിന് ശേഷം നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 1.5 കപ്പ് വിനാഗിരി വേണം കേട്ടോ. വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിടണം. വിനാഗിരി ഉള്ളതാണ്, അപ്പോൾ ഉപ്പ് നന്നായിട്ട് ഇടണം. വിനാഗിരി ഇട്ട് ഇനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം 1 മിനിറ്റ് മാത്രം തിളപ്പിച്ചിട്ട് പിന്നെ തീ ഓഫ് ചെയ്ത് വയ്ക്കുക. കണ്ടോ, നല്ല സ്വാദിഷ്ടമായ അച്ചാറാണ്. എത്ര നാൾ ഇരുന്നാലും ചെത്തിയായിപ്പോയല്ലോ കേട്ടോ. നല്ല അച്ചാറാണ്. എല്ലാവരും ഇതുപോലെ നോക്കുക. നമ്മുടെ അച്ചാർ റെഡിയാണ്.